രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താണ്. സർക്കാരിന് ഏത് തീരുമാനം എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ പരിശോധിച്ച് എന്താണ് നടപടിയെന്ന് വെച്ചാൽ സർക്കാർ സ്വീകരിക്കണം. അതിന് പകരം ഈ സർക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ബാക്കിയുള്ളവരെ ഉപദേശിക്കാനല്ല കണ്ടത്. ഒരു ടീമിനെ അന്വേഷിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. അന്വേഷിച്ച് കുറ്റം ചെയ്തെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസിനോ ഗവൺമെൻറ്റിനോ ഒരു തടസ്സവുമില്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ അംഗമല്ല. അദ്ദേഹത്തിനെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുക. കൂടുതൽ തെളിവുകൾ പുറത്തു വരികയോ മറ്റ് നടപടികളിലേക്ക് കടക്കുകയോ ചെയ്താൽ ഇപ്പോഴത്തെ അച്ചടക്ക നടപടി കുറേ കൂടെ കടുപ്പിക്കുന്ന തീരുമാനം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇവിടെ വേണ്ടത് ഈ ശബ്ദരേഖയല്ല, യാഥാർത്ഥ്യം മനസ്സിലാക്കി നടപടികളിലേക്ക് പോകേണ്ട പോലീസാണ്. അതിനവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അത് ചെയ്യുന്നതിന് പകരം ഈ വിഷയം വലിച്ചു നീട്ടിക്കൊണ്ടുവല്ല വേണ്ടത്. ജനത്തിനുണ്ടായ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട ഗവൺമെൻറ്റാണ്. ആ ചുമതല ഗവൺമെൻറ് നിർവഹിക്കണം. അതല്ലാതെ ഇടയ്ക്കിടയ്ക്കുള്ള ശബ്ദരേഖകളല്ല വേണ്ട, ആക്ഷനാണ് വേണ്ടത്. അങ്ങനെ ആക്ഷൻ എടുത്താൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പാർട്ടി നീങ്ങും. അപ്പോൾ ഗവൺമെൻറ്റാണ് ആക്ഷൻ എടുക്കേണ്ടത്. അതിനു പകരം മന്ത്രിമാർ വെറും പ്രസ്താവനകൾ കൊണ്ട് കാര്യങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. അവരുടെ കയ്യിലാണ് നിയമത്തിൻ്റെ കടിഞ്ഞാൻ. അത് ആക്ഷൻ എടുക്കട്ടെ.